പ്രേമം എന്ന് പറയുന്ന സംഗതി ഡെവലപ്പ് ചെയ്യുമ്പോൾ മാതാപിതാക്കളും ആ കമ്മ്യൂണിറ്റീസും ഇടപെടുന്നത് വളരെ സൂക്ഷിച്ച് വേണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രജിസ്റ്റർ വിവാഹം കഴിച്ച ശേഷം രണ്ടുപേർക്കും അതാത് വിശ്വാസ പ്രമാണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ക്രിസ്ത്യാനികൾക്ക് കുട്ടികളെ ആ വിശ്വാസത്തിൽ വളർത്തിക്കോളാം എന്നുള്ള എഗ്രിമെൻറ്റിൽ സഭ സമ്മതിച്ചിട്ടുള്ള വിവാഹം കഴിക്കാനും ഒരു നിയമമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇസ്ലാമിൽ ശകലം കോംപ്ലിക്കേഷൻ ഉണ്ട്. ദർ ഇസ് എ ജെൻഡർ കോംപ്ലിക്കേഷൻ. ഒരു മുസ്ലിം പുരുഷന് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം, പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരു ക്രിസ്ത്യൻ പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ജെൻഡർ സെൻസിറ്റീവ് റൂള് മുസ്ലിങ്ങളുടെ നിയമാവലിക്കകത്തുണ്ട്. അപ്പോൾ ഓരോ സഭയ്ക്കും ഓരോ മതത്തിനും ഓരോരോ ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഒരു പ്രേമത്തിൻ്റെ ഭാഗമായോ അല്ലാതെയോ ഒരു ചെറിയ സംഭവം, ആളിക്കത്തിയ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതാണ് മാറാട് സംഭവം എന്ന് പറയുന്നത്. ഒരു മുസ്ലിം പയ്യൻ ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ മോളസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് സംഭവം പരസ്യമായത്. അതിൻ്റെ പേരിൽ ആദ്യത്തെ സംഭവത്തിൽ 4 പേര് മരിച്ചു, രണ്ടാമത്തെ സംഭവത്തിൽ 9 പേര് മരിച്ചു. പോലീസ് കേസ് അന്വേഷിച്ച് ചെല്ലുമ്പം അങ്ങനെ ഒരു പുരുഷനുമില്ല, അങ്ങനെ ഒരു പെൺകുട്ടിയുമില്ല, ഒരു മുസ്ലിം പയ്യനും ഒരു ഹിന്ദു പെൺകുട്ടിയെ മോളസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇത്തരത്തിലുള്ളൊരു മിശ്ര വിവാഹം എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെ സഭയുടെ നിയമത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ പാസ്റ്ററലായിട്ട് എങ്ങനെ കെയർ ചെയ്യാനായിട്ട് സാധിക്കും, അജപാലനപരമായിട്ട് അവരുടെ ക്ഷേമം എങ്ങനെ ഉറപ്പാക്കാനാകും എന്നൊക്കെ തന്നെ സഭ. ഒരു സംശയം ചോദിച്ചോട്ടെ ഫാദർ, അങ്ങനെയാണെങ്കിൽ ഇടുക്കി ബിഷപ്പ് ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. സഭയ്ക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കുന്നു എങ്കിൽ ഇത്ര ആശങ്കയോടെ അദ്ദേഹം ഈ വിഷയം 100-ൽ 6 മിശ്ര വിവാഹം നടക്കുന്നു എന്നൊരു ആശങ്ക അദ്ദേഹം നേരത്തെ ഡോക്ടർ അൽസർജിക്ക് പറഞ്ഞത് പരസ്യമായിട്ട് പറയാനുള്ളതല്ല, സഭയ്ക്കകത്തെ ഒരു ഡിസ്കോഴ്സ്. പക്ഷെ അതിൽ ഒരു അർത്ഥവും ഇല്ല. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്കിലും ഞാനപ്പോൾ നമ്മുടെ പ്രധാന സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയും ഇത്രയും കാര്യമുള്ളപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ പറയുന്ന കാര്യം എല്ലായിടത്തും പറയും എന്നുള്ളത് അത് പ്രൈവറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സ്ത്രീകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാ സ്ത്രീ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾ പറയുന്നത്? ഒന്ന്, കുടുംബാസൂത്രണത്തിൻ്റെ ഒരു കുറച്ചുകൂടി വ്യാപ്തി ഉണ്ടായതിനു ശേഷം വീടുകളിൽ പല ക്രിസ്ത്യൻ വീടുകളിൽ പലപ്പോഴും 1-2 കുട്ടികളെ ഉണ്ടാവുന്നുള്ളൂ. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു സഭയിലേക്ക് വരാനുള്ള. അല്ല, ഇതിൽ വേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കന്യാസ്ത്രീകളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും പുരോഹിതന്മാരുടെ അച്ഛന്മാരുടെ എണ്ണം അതുപോലെ കുറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം സഭയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി സഭയിൽ പുരോഹിതൻ ആയിട്ടുള്ള ആൾക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്, അവർക്ക് കൂടുതൽ ജോലിയുണ്ട്, കൂടുതൽ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പെൺകുട്ടികൾ വളരെ വേഗം പഠിച്ച് മുന്നേറുകയാണ്. ഇത്തവണ തന്നെ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയത് ഹിബ എന്നൊരു മലപ്പുറംകാരി പെൺകുട്ടിക്കാണ്. റാങ്കുകളൊക്കെ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളാണ് മുന്നിൽ. MBBSന്, MDക്ക്, MS-ന്, MBAക്കൊക്കെ പോകുന്ന പെൺകുട്ടികൾ. അതെ, ഇത് മുഴുവൻ ഈ ആശങ്കയാണ്. സ്ത്രീകൾ കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു, സ്ത്രീകളുടെ അവൈലബിളി ഈ സഭാ വിഭാഗങ്ങളുടെ പുരുഷ വിഭാഗം അവരുടെ കീഴിലുള്ള പുരുഷന്മാർക്ക് അവൈലബിൾ ആയിട്ടുള്ള, അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കത്തോലിക്ക സഭയിലും ആ പ്രശ്നമുണ്ട്. പെൺകുട്ടികൾ നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നു, അവിടെ പോയി സായിപ്പായ ഡോക്ടർമാരെയും ഒക്കെ അവിടെയുള്ളവരെ കല്യാണം കഴിച്ചു പോകുന്നു. അങ്ങനെ ഒരു ചരിത്രം തന്നെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ കേട്ടു. അവിടെ ഉപയോഗിച്ചൊരു വാക്ക്, ഈ കത്തോലിക്ക സഭ റേഷ്യൽ പ്യൂരിറ്റി പോകും എന്ന് ഭയപ്പെട്ടാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത് എന്നൊരു സെൻറ്റൻസ് കിട്ടിയാണ്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭ സംബന്ധിച്ചിടത്തോളം നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആളുകൾ ചേർന്നിട്ടാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും കേരളത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെ റേഷ്യൽ പ്യൂരിറ്റി ഇല്ല, ഒന്നാമത്. രണ്ടാമത്, ഈ ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ജോയിൻ ദ റിലിജൻ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കാസ്റ്റ് കോൺഷ്യസ്നെസ്സും ശരിക്കും 2 കമ്മ്യൂണിറ്റിക്കകത്തും ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനൊരു റേഷ്യലോ അല്ലെങ്കിൽ കാസ്റ്റോ ആയിട്ടുള്ള റിജിഡിറ്റി അവർക്കില്ല. പക്ഷേ ഈ 2 കമ്മ്യൂണിറ്റിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കമ്മ്യൂണിറ്റിയും നിയമങ്ങൾ വെച്ചിട്ട് ഒരു ഓർഗനൈസ്ഡ് റിലിജനാണ് ഇത് രണ്ടും. അപ്പോൾ ഈ ഓർഗനൈസ്ഡ് റിലിജനും നോട്ട് ഓർഗനൈസ്ഡായ റിലിജനും തമ്മിൽ ഒരു ബന്ധം വരുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ നോട്ട് ഓർഗനൈസ്ഡ് റിലിജൻ, ഇറ്റ് ഇസ് എ ജനറൽ വേ ഓഫ് ലൈഫ് പോകുന്നു. ഒരളവ് വരെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ലേഖനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലും ഇതൊരു വിഷയമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ അച്ഛൻ പറഞ്ഞതിലൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഡിവോഴ്സ് റേറ്റ് വളരെ കൂടുതലാണ്. 2 വിവാഹം കഴിച്ച് ഈവൻ ഒരു
പരസ്പരം ഉള്ള ഒരു സ്നേഹബന്ധം വിട്ടുപോകുന്നു എന്നതിനേക്കാൾ ഉപരി വളരെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് തെരുവിൽ വലിച്ചെറിയുന്ന സംഭവങ്ങൾ ദിനം പ്രതി കൂടി വരുന്ന സംഭവം ഒരു പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ ഈ രണ്ട് സംഭവത്തിനിടയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാതെ പോയൊരു സംഗതിയുമുണ്ട്.